തിരുപ്പതിയിൽ നിന്ന് പ്രസാദമായിട്ട് ലഭിക്കുന്ന ആ വലിയ ലഡു ഉണ്ടല്ലോ, ആ ലഡു കുറച്ച് നാളത്തേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മൃഗക്കൊഴുപ്പും മീനെണ്ണയും വെച്ചായിരുന്നു എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ലാബ് റിപ്പോർട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴല്ല, ഇതിന് മുന്നത്തെ ഗവൺമെൻറ്, ആന്ധ്രാപ്രദേശിൻ്റെ ഇതിന് മുന്നത്തെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് നന്ദിനി എന്ന് പറയുന്ന ബ്രാൻഡാണ് അവർക്ക് സ്ഥിരമായിട്ട് നെയ്യ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റാർക്കോ മറിച്ച് കൊടുത്തു, അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തു. അവരാണ് ഈ മൃഗക്കൊഴുപ്പൊക്കെ സപ്ലൈ ചെയ്ത ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ പുതിയ ഗവൺമെൻറ്, ചന്ദ്രബാബു നായിഡുവിൻ്റെ ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, അത് എന്തു തന്നെ ആയാലും നമ്മൾ ഈ വിശ്വാസികൾ അത്രയും വിശ്വാസത്തോടെ കഴിച്ചിരുന്ന ആ ലഡു ഈ രീതിയിലാണ് ഉണ്ടാക്കിയതെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം ഒത്തിരി പേരുണ്ട് ഇതുവരെ നോണൊന്നും കഴിക്കാതെ ഒക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഈ സാധനം ഇത് ഉൾപ്പെട്ട ലഡു ആണ് പ്രസാദമായിട്ട് കഴിച്ചിരുന്നത് എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. ഒരു വിശ്വാസവഞ്ചന സംഭവിച്ചതുപോലെയാണ് തോന്നുന്നത്. വിശ്വസിച്ച് ഭക്തർ കഴിച്ച ആ പ്രസാദം, അതിലൊരു വിശ്വാസവഞ്ചന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നം. എല്ലാവർക്കും അത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നില്ല. പക്ഷേ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദം, ഇപ്പം ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ അരവണയും അമ്പലത്തിൽ ഇതുപോലെ പ്രസാദമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുളിച്ചിട്ട് കഴിച്ചാൽ മതി. അതല്ലെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികൾ പീരീഡ്സ് ആണെങ്കിൽ 4 ദിവസം കഴിഞ്ഞ്, അരവണയൊന്നും അങ്ങനെ മോശമാവുന്ന സാധനമല്ലല്ലോ, അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഈ അമ്പലവും അതുമായി വിശ്വാസങ്ങളൊക്കെ ബന്ധപ്പെട്ടവർ പാലിക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. അത് വളരെ വേദന തോന്നി. അതിൻ്റെ ന്യൂസ് റിപ്പോർട്ടുണ്ട്. ആന്ധ്രാപ്രദേശിനെ പിടിച്ചുകുലുക്കി തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ലഡുവിൽ മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. വൈഎസ്ആർ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്ത് കരാറുകാർ വിതരണം ചെയ്ത നെയ്യിൽ പന്നിയുടെയും പശുവിന്റെയും അടക്കമുള്ള നെയ്യുടെ സാന്നിധ്യമാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ലാബിലെ പരിശോധനയിൽ കണ്ടെത്തിയത്. ആന്ധ്ര സർക്കാർ കഴിഞ്ഞ ജൂണിൽ നടത്തിയ പരിശോധനാ ഫലം പുറത്തുവിട്ടു. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ്, വനസ്പതി തുടങ്ങിയ വസ്തുക്കളുടെ സാന്നിധ്യം ലഡു നിർമ്മാണത്തിനായി എത്തിച്ച നെയ്യിൽ കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ ലഡു നിർമ്മാണത്തിനായി കാലങ്ങളായി നെയ്യ് വിതരണം ചെയ്തിരുന്നത് കർണാടകയിലെ സഹകരണ സ്ഥാപനമായ നന്ദിനിയായിരുന്നു. കഴിഞ്ഞ വർഷം ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകി. ഇവർ വിതരണം ചെയ്ത നെയ്യിലാണ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലും വിഷമവും ഒക്കെയാണ്. കാരണം ഇത് 2 ദിവസം മുന്നേ ഇങ്ങനെ ഒരു ഫ്ലാഷ് ന്യൂസായിട്ട് TV-യിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ലഡുവിൽ മൃഗക്കൊഴുപ്പ് എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതോ ബേക്കറിയിലത്തെ ന്യൂസ് വന്നതായിരിക്കുന്ന. പിന്നീടാണ് മനസ്സിലായത് തിരുപ്പതിയിലെ പ്രസാദത്തിലാണ് ഇതേപോലെ ചേർത്തിട്ടുള്ളതെന്നാണ്. എന്തായാലും വളരെ വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വിശ്വാസത്തോടെ കുറേ ആൾക്കാർ, ഭക്തജനങ്ങൾ ചെല്ലുകയും പ്രസാദമായി വാങ്ങി കഴിക്കുകയും ചെയ്യുന്ന സാധനം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അതറിയുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കഷ്ടമാണ്. ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ അറിയേണ്ടി വരുന്നത് തന്നെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാത്തത്, ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാത്തത് കൊണ്ടാണ് എൻ്റെ ഫാമിലി എല്ലാവരും പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കട്ടോ. ചെയ്യണേ.